കോട്ടയത്ത് H1N1 പനി ബാധിച്ച ഒരു മരണമുണ്ടായിരിക്കുന്നു. കാപ്പാട് സ്വദേശി ജേസൺ ജോസഫിനാണ് പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ജേസൺ മരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് H1N1 സ്ഥിരീകരിച്ചത്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, കഴിഞ്ഞ ദിവസം മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിശോധനാ റിസൾട്ട് ഇപ്പോഴാണ് പുറത്തുവരുന്നത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ടോ? എന്താണ് മുന്നറിയിപ്പുകൾ? മധു, കഴിഞ്ഞ ദിവസം അതായത് 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ജേസന്റെ മരണം സംഭവിക്കുന്നത്. ഏകദേശം 4 ദിവസത്തോളം ആദ്യം കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. അപ്പോഴേക്കും ന്യൂമോണിയ കടുത്ത രീതിയിൽ എത്തുകയും മനുഷ്യനോട് പോലും പ്രതികരിക്കാതായ സ്ഥിതിയിലാണ് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യഥാർത്ഥത്തിൽ ജേസനെ കൊണ്ടുവരുന്നത്. ചികിത്സയിൽ ഇരിക്കെ 2 ദിവസം മുമ്പ് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് സംശയം തോന്നി ആശുപത്രി അധികൃതർ ഈ പരിശോധനയ്ക്ക് അയച്ചത്. ആ പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഇത് H1N1 ആണ് പനിയുടെ കാരണം എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും അതുമൂലമുള്ള മരണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ജേസന്റെ വീട്ടിലേക്കും ചുറ്റുവട്ടത്തുള്ള 1, 2, 3 വാർഡുകളിലുള്ള ആളുകളോടൊക്കെ തന്നെ സുരക്ഷ ഏർപ്പെടുത്തിക്കുന്നു. ഒപ്പം തന്നെ ജെയ്സനുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള 22 പേരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരെ 7 പേർ നിലവിൽ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് ഈ പ്രദേശത്തുള്ള അതായത് ഇതിനും തൊട്ടടുത്തുള്ള വാർഡിലുമുള്ള ആളുകളോടൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് കൃത്യമായ ആരോഗ്യ വകുപ്പിനോട് ബന്ധപ്പെടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ കൃത്യമായ നിർദ്ദേശവും ജാഗ്രതാ മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. മധു, H1N1 പനി ബാധിച്ചാണ് കോട്ടയത്ത് ഒരു മരണമുണ്ടായത്. വലിയ തോതിൽ പകരുന്ന രോഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വ്യാപകമായി ഇദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിരുന്ന ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാലം വരികയാണ്, പനിക്കാലം കൂടിയാണ്. കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട്. ഇനി അഥവാ നമുക്കൊരു പനിയൊക്കെ വന്ന് ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കണം. ഇതൊരു കോവിഡ് കാലത്തേക്ക് മാത്രം ഉണ്ടായിരുന്നതല്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം.